ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ദ ടെറർ എക്സ്പെറേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വന്നിട്ടുള്ള ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം 555 പോർട്ടലാണ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ പോർട്ടൽ കഴിയുമ്പോഴും നമ്മുടെ യൂണിവേഴ്സൽ എനർജി ചേഞ്ചസ് ഉണ്ടാവും. അല്ലെ, നമുക്കൊന്നും കൂടി ഒന്ന് റീസെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് അവസരങ്ങൾ ലഭിക്കുന്ന സമയമാണ്. പല ആൾക്കാർക്കും ഈ സമയങ്ങളെ കുറിച്ച് അറിയില്ല. ഈ 555 പോർട്ടലൊക്കെ നമ്മുടെ മെയ് മാസത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 25th ഈ പോർട്ടലുണ്ട്. അതായത് നമ്മൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന പോർട്ടലുകളാണ് ഇവയെന്ന് പറയുന്നത്. അപ്പൊ ഈ റിപ്പീറ്റഡ് ഏഞ്ചൽ നമ്പേഴ്സ് വരുന്ന ഈ കൈൻഡ് ഓഫ് എനർജി ഉള്ള ദിവസങ്ങളിൽ, കാരണം 25/5/2025 അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 5/5/2025 ഒക്കെ ഓരോ ന്യൂ സ്റ്റാർട്ട് ട്രിഗർ ചെയ്യാൻ പറ്റുന്ന എനർജി ഉള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഈ ഒരു 5th മെയ് തൊട്ട് എനിക്ക് തോന്നുന്നു 25th മെയ് വരേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ റിച്വൽസ് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മുടെ മൂൺ എനർജി കൈൻഡ് ഓഫ് ഫ്ലവർ മൂൺ എനർജിയിലേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അത് പ്രണയപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ആൻഡ് ഓൾസോ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങൾക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓഫ് കോഴ്സ് ന്യൂ മൂൺ ടു ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ നടത്തുന്നതും എന്തുകൊണ്ട് നല്ലതായിരിക്കും. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുക. എന്തായാലും 5/5/25 മാറി ഇനി 25/5/25 വരുന്നുണ്ട്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദിവസമാണ്. തീർച്ചയായിട്ടും ഇന്ന് തൊട്ട് അന്ന് വരെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഡിസൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ആൻഡ് നിങ്ങളുടെ വൈബ്രേഷൻ അനുസരിച്ച് ഈ ഒരു 555 പോർട്ടൽ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആയിരിക്കും തരാൻ പോകുന്നത് ഫോർ യുവർ ലവ് ലൈഫ്, അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ. അങ്ങനെയുള്ള യൂണിവേഴ്സൽ മെസ്സേജ് എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് വരുത്തേണ്ടത്, കുറച്ചും കൂടി ഒരു പോസിറ്റീവ് അപ്ഗ്രഡേഷൻ നിങ്ങളുടെ ലൈഫിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ലവിനെ കുറിച്ചും കരിയറിനെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ഫോർ സ്റ്റുഡൻസ്, അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രമേ ചെയ്യേണ്ടൂ. നിങ്ങൾ 2 പൈല് സെലക്ട് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് പൈലായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് നമ്മൾ ബ്ലാക്ക് ടെർമലിന്റെ റിംഗ് ആണ്. ഇത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ DM ചെയ്താൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് എനർജൈസ്ഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽ പ്രൊഡക്ട്സ് ആയിരിക്കും നമുക്ക് ലഭിക്കുക, നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും അനുസരിച്ചിട്ട്. അപ്പൊ ഫസ്റ്റ് പൈലായിട്ട് നമുക്ക് ബ്ലാക്ക് ടെർമലിന്റെ കണ്ടത് നല്ലൊരു റോ ആയിട്ടുള്ള സ്റ്റോൺ ആണ്. കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം. റോ ആയിട്ടുള്ള സ്റ്റോൺ ആണ് ബ്ലാക്ക് ടെർമലിന്റെ. പിന്നെ സെക്കൻഡ്, അപ്പൊ ഇത് ഫസ്റ്റ് പൈൽ. സെക്കൻഡ് പൈലായിട്ട് ഞാൻ എടുത്തുള്ള ഒത്തിരി ആൾക്കാർ എൻക്വയറി ചെയ്തിട്ടുള്ള കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ 7 ചക്രയാണ്. ഇതുവരെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല, കാരണം ഇത് വരുമ്പോൾ തന്നെ പെട്ടെന്ന് തീർന്നു പോകും. അപ്പം പരിചയപ്പെടുത്താനുള്ള സാവകാശമില്ല. സോ ഇപ്രാവശ്യം നമ്മൾ വീണ്ടും ഇതാക്കിയിട്ടുണ്ട്. ഇതാണ് 7 ചക്ര. ഹെമറ്റൈറ്റ് ആണ്. ഹെമറ്റൈറ്റിന്റെ ബേസ് ബാലൻസും അതുപോലെ 7 ചക്ര ട്രിഗറിങ് നമുക്ക് കിട്ടും. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് എല്ലാം കൂടി ഉള്ളതുണ്ടോ, എല്ലാം കൂടിയുള്ള ആസ്പെക്ടിന് നമുക്ക് 7 ചക്ര ഹെമറ്റൈറ്റ് ബ്രേസ്ലെറ്റ് ഇടാവുന്നതാണ്. നമ്മുടെ എല്ലാ ചക്രാസും ക്ലെൻസ് ചെയ്യും, ക്ലിയർ ചെയ്യും. എല്ലാ ചക്രാസും ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ലവ് ലൈഫ്, അതുപോലെ തന്നെ നമ്മുടെ സ്പിരിച്വൽ ലൈഫ്, അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ലൈഫ്, നമ്മുടെ കരിയർ, ഇതൊക്കെ നമുക്ക് അലൈൻ ചെയ്യാൻ സാധിക്കും. സോ ഗോ ഫോർ ബ്രേസ്ലെറ്റ് ഏതാണെന്ന് വെച്ചാൽ 7 ചക്രയാണ്. എപ്പോഴും 7 ചക്ര ബ്രേസ്ലെറ്റ്സ് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. താഴെ കാണിക്കുന്ന നമ്പറിൽ DM ചെയ്യാവുന്നതാണ്. അപ്പോൾ ദിസ് ഇസ് ഫസ്റ്റ് പൈൽ ആൻഡ് ദിസ് ഇസ് സെക്കൻഡ് പൈൽ. അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം. ഹേ ഗായ്സ്, അപ്പൊ നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് പൈലായിട്ടുള്ള ബ്ലാക്ക് ടെർമലിന്റെ റിംഗ് ആണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഓഷോ സെൻ വെച്ചിട്ടാണ്, കുറച്ച് സീരിയസ് ആയിട്ടാണ് ഇന്ന് വായിക്കാൻ പോകുന്ന റീഡിങ്. സോ ഓഷോ സെന്നിന്റെ കാർഡ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന മെസ്സേജ്, 555 പോർട്ടലിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തൊക്കെ മെസ്സേജസ് ആണ് കിട്ടുന്നതെന്ന് കാർഡ് വഴി പറഞ്ഞുതരാം. സോ കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഹോപ്പ് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. The creator. Fighting. Patience. Change. Totality. Past life. Wow. Courage.
ക്ലിങ്കിങ് ടു ദ പാസ്റ്റ്, പാർട്ടിസിപ്പേഷൻ, ഷെയറിങ്, സ്ട്രെസ്. ഓക്കെ, 2 കാർഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഗോയിങ് വിത്ത് ദ ഫ്ലോ, ലേസിനെസ്, and bottom of the deck, the outsider. Okay, hope നിങ്ങൾക്ക് കാർഡ്സ് എല്ലാം കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, നിങ്ങളുടെ എനർജി കാണിക്കുന്നത് നിങ്ങൾ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി, സഹായം എന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും, ഉത്തരവാദിത്തമുള്ള ആൾ എന്ന ഒരു പട്ടം നിങ്ങളുടെ തലയിലുണ്ട്. അതായത് നിങ്ങൾക്കെല്ലാം ചെയ്യാൻ സാധിക്കും, നിങ്ങൾ വളരെ ടോപ്പിലുള്ള വ്യക്തിയാണ് എന്ന കൈൻഡ് ഓഫ് എനർജി, ദ ക്രിയേറ്റർ എനർജിയാണ് പലപ്പോഴും നിങ്ങൾക്ക് തരുന്നത്. അപ്പോ അതായത് ഇപ്പോ വീട്ടിൽ തന്നെ ഒരു ടാസ്ക് എടുക്കുകയാണെങ്കിൽ വിചാരിച്ചോ, നിങ്ങളായിരിക്കും ചിലപ്പോൾ മുതിർന്ന കുട്ടി, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ചിലപ്പോൾ ഏറ്റവും ഇളയ കുട്ടി. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും എന്ന് നിങ്ങളിൽ ഭയങ്കര വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടുതൽ ജോലി നിങ്ങളുടെ തലയിൽ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ജോലി ഭാരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിൽ ഗ്രോത്തോ അല്ലെങ്കിൽ ഒരു പ്രശംസയോ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തത്തോളം ബേർഡൻ നിങ്ങളുടെ വീട്ടിൽ നിന്നും, ചുറ്റുപാട് നിന്നും, സൊസൈറ്റിയിൽ നിന്നും, വർക്ക് പ്ലേസിൽ നിന്നും ഒക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ കേപ്പബിൾ ആണ് എന്ന ഒരു വാചകത്തിൽ നിങ്ങളെ കൊണ്ട് എക്സ്ട്രാ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് എക്സ്ട്രാ എക്സ്പെക്ടേഷൻസ് നിങ്ങളുടെ ചുറ്റുമുള്ളവര് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അഥവാ നിങ്ങൾക്ക് പറ്റാത്ത കാര്യമാണെങ്കിലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്നും നിങ്ങൾ ഈ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്ത് മറ്റൊരാളുടെ ജോലി ചെയ്തു കൊടുത്ത് ഇതെല്ലാം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജോലിയായി മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ മേ ബി ഒരു റിലേഷൻഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വിട്ടുകൊടുത്ത് അല്ലെങ്കിൽ ചെയ്തു കൊടുത്ത് അത് നിങ്ങളുടെ ഒരു ജോലിയായി മാറിക്കണം. അത് നീ ചെയ്തേ പറ്റൂ, അത് ചെയ്യേണ്ട ആള് നീയാണ് എന്ന കൈൻഡ് ഓഫ് ഇമോഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഇമോഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്ന്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ ഒരു പരിധിവരെ നിങ്ങളാണ്. നോ പറയേണ്ട സ്ഥലത്ത് നിങ്ങൾ നോ പറഞ്ഞില്ല. ബേർഡൻ തലയെ വെച്ച് തന്നപ്പോൾ അറിയാത്ത കാര്യമാണെങ്കിൽ പോലും മറ്റാൾക്കാരുടെ സഹായമോ മേ ബി ഗൂഗിളിൽ നോക്കിയിട്ടാണോ അതൊക്കെ നോക്കി നിങ്ങൾ അങ്ങോട്ടേക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഒത്തിരി ശ്രമിച്ചു. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരുമില്ല. അതുപോലെ ഒരു ടാസ്ക് തന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് വയ്യാതെ ആകുമ്പോൾ മേ ബി നിങ്ങൾ ആ ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ പിന്നെ അവിടെ ഒരു ഫൈറ്റിംഗ് എനർജിയാണ് വരുന്നത്. നിങ്ങൾ അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊരു കുറ്റമാണ് അവിടെ ഉയരുന്നത്. അങ്ങനെ നിങ്ങളെ ആകെ ഒരു പിരിമുറുക്കത്തിൽ ഇടുന്ന ഒരു അവസ്ഥയിലാണ് ഗൈസ് നിങ്ങൾ നിൽക്കുന്നത്. ഈവൻ അത് വർക്ക് പ്രഷർ ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, മേ ബി നിങ്ങളൊരു സ്റ്റുഡന്റ് ആയിരിക്കാം. നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെ ഓവറായി വർക്ക് ചെയ്യിപ്പിക്കുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് കേപ്പബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ പണി നിങ്ങളുടെ തലയിലിടുന്നു. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് നീ വലുതാണ്, അല്ലെങ്കിൽ വലിയവര് ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്തോ, കുഞ്ഞാണെന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തും എന്ന് പറയുന്നു. അല്ലെങ്കിൽ കുഞ്ഞാണെങ്കിൽ വലിയവർക്ക് എനിക്ക് വേറെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ചെയ്യാൻ പറ്റില്ല, നീ ഇത് ചെയ്യും, നീ വീട്ടിൽ ചുമ്മാ ഇരിക്കുമല്ലോ, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യല് ഇങ്ങനെ ചെയ്യല് എന്ന് പറഞ്ഞ്, അതായത് വഴി കൂടെ പോകുന്ന ആ ഒരു കൈൻഡ് ഓഫ് ജോലിയും റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ തലയിൽ വരുന്നു. അപ്പൊ നമുക്കിപ്പോ സ്വന്തമായിട്ടൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണോ, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണോ, ഇതിനൊന്നും നിങ്ങൾക്ക് സമയം കിട്ടാറില്ല. ഓക്കെ, വർക്ക് പ്ലേസിലാണെങ്കിലും നിങ്ങൾ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാള് നിങ്ങളുടെ അടുത്ത് തന്നാലേ ശരിയാകത്തുള്ളൂ എന്ന് പറഞ്ഞ് മറ്റ് വർക്കേഴ്സിന്റെ പണിയും കൂടി ചിലപ്പോൾ നിങ്ങളുടെ തലയിൽ വരുന്നുണ്ട്. എന്നിട്ട് സാലറി കൂട്ടി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒന്നും കിട്ടുന്നില്ല. പക്ഷെ പണി എവിടെ ചെന്നാലും നമുക്ക് ഇരട്ടിയാണ്. അതിപ്പം റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മൾ എഫേർട്ട് എടുക്കുന്നത് കൂടുതലാണ്, കരിയറിലാണെങ്കിൽ നമ്മൾ എത്ര തന്നെ പണിതാലും, അതായത് ആവശ്യം വരുമ്പോൾ നമ്മളെ വേണം. പക്ഷെ നമുക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അതില്ല. ഓക്കെ, നമ്മളെ കൊണ്ട് അവരുടെ ഇതിന് പണിയെടുപ്പിച്ചിട്ട് നമുക്ക് യാതൊരു ഗെയിനും തരുന്നില്ല. നമ്മൾക്ക് എന്തെങ്കിലും കിട്ടാൻ നമ്മൾ പിറകെ നടക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ
ഇറ്റ്സ് ടൈം ടു ചേഞ്ച്. ഈ 555 പോർട്ടലിൽ നിങ്ങൾ മാറുക, നിങ്ങൾ ചേഞ്ച് ആവുക, നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കുക. ഓക്കെ, ഒത്തിരി ഹാർഡ് വർക്ക്ഡ് എംപ്ലോയി അല്ലെങ്കിൽ ഒത്തിരി ആത്മാർത്ഥത കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മോശക്കാരേ ആകത്തുള്ളൂ. എത്രത്തോളം നിങ്ങൾ ഒരു കാര്യത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നു, എത്രത്തോളം ഒരു കാര്യത്തിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ കുറ്റക്കാരേ ആകത്തുള്ളൂ. നിങ്ങൾ ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുക, നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക, നിങ്ങൾ അതിലേക്ക് പോവാതിരിക്കുക. എനിക്കതിന് കഴിവില്ല, എനിക്കത് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങളും നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കും. ഓക്കെ, സോ ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കുക. നോ പറഞ്ഞില്ലെങ്കിൽ സ്ട്രെസ് ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ അത്രത്തോളം സ്ട്രെസ് എടുക്കാനൊന്നും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ സ്റ്റേബിൾ ആയി പോകാവുന്നതേ ഉള്ളൂ ഗൈസ്. കാരണം നിങ്ങളുടെ റൂട്ട് സ്ട്രക്ചർ സ്റ്റേബിൾ തന്നെയാണ്, പക്ഷേ നിങ്ങളുടെ എനർജിയാണ് ഇംബാലൻസ്ഡ് ആവുന്നത്. അതായത് മറ്റുള്ളവർ ചെയ്യേണ്ട എഫേർട്ടും കൂടി നിങ്ങൾ ചെയ്യുന്നു, അതാണ് ഇവിടെ പ്രശ്നം. സോ യൂണിവേഴ്സ് പറയുന്നതും എവിടെയാണോ ബൗണ്ടറി ഇടേണ്ടത് അവിടെ ബൗണ്ടറി ഇടാൻ പഠിക്കുക. എവിടെയാണോ നോ പറയേണ്ടത് അവിടെ നോ പറയാൻ ശ്രമിക്കുക. എവിടെയാണോ കൈ കൊടുക്കേണ്ടത് അവിടെ മാത്രം കൈ കൊടുക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് മറ്റുള്ളവരുടെ പണി ഏറ്റുപിടിച്ച് അവർക്ക് നമ്മൾ ചെയ്തു കൊടുത്ത് മറ്റുള്ളവർക്ക് ഫിനാൻഷ്യലി നിങ്ങൾ പൈസ കൊടുത്ത് നിങ്ങൾ നല്ലവരാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പേര് കിട്ടും, നല്ലവനാണ് എന്ന പട്ടം കിട്ടും എന്ന് ഉദ്ദേശിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല. ഉൾട്ട അത് നിങ്ങളെ തിരിച്ചടിക്കും, നിങ്ങളെ കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചീത്ത കിട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെയായിരിക്കും കിട്ടുന്നത്. വഴക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്കേ നഷ്ടപ്പെടുകയുള്ളൂ. കാരണം പ്രവൃത്തി ചെയ്ത ആൾ നിങ്ങളാണ്. പ്രവൃത്തി ചെയ്യാത്ത ഒരാളോട് വഴക്കോ അല്ലെങ്കിൽ നഷ്ടപ്പെടലോ ഒന്നുമില്ല. അവനെ കൊണ്ട് ഇത്രേ പറ്റൂ എന്ന് അവൻ അത് ചെയ്താൽ മതി എന്നൊരു രീതിയിലേക്ക് എത്തും. അതുകൊണ്ട് സ്വന്തം കാര്യം ചെയ്താൽ, സ്വന്തം കാര്യത്തിന് വർക്ക് ചെയ്താൽ ഓക്കെ. മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാൻ പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ നാശത്തിനാണ്. ആൻഡ് ഈ ഒരു പോർട്ടലിന്റെ വൈബ്രേഷൻ പാസ്റ്റ് ലൈഫിനോട് ബന്ധപ്പെടുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് മേ ബി ഒരു ന്യൂ ബിഗിനിങ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ദൈവത്തോട് അടുത്തതായിട്ടുള്ള, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വൈബ്രേഷൻ നിങ്ങളുടെ വീട്ടിൽ കൂടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഓരോ ആൾക്കാർക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും. ചില ആൾക്കാർ ബുക്സ് വായിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ബുക്സ് വായിക്കാൻ ഇൻട്രസ്റ്റഡ് ആവുന്നുണ്ടായിരിക്കും. ചില ആൾക്കാർ ക്രിസ്റ്റൽസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് ക്രിസ്റ്റൽ ഇഫക്റ്റ് കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ കൈൻഡ് ഓഫ് കുറച്ചും കൂടി ഒരു യൂണിവേഴ്സൽ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് നിങ്ങൾ അട്രാക്ട് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റന്റ്ലി നിങ്ങൾ പള്ളിയിലോ അമ്പലത്തിലോ പോകാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് മേ ബി നിങ്ങളുടെ റെസൊല്യൂഷൻ ആയിട്ട് ഇനി തൊട്ട് എല്ലാ തിങ്കളാഴ്ച അമ്പലത്തിൽ പോയേക്കാം, അല്ലെങ്കിൽ ഇനി തൊട്ട് ഞായറാഴ്ചകളിലൊക്കെ കൃത്യമായിട്ട് പള്ളിയിൽ എത്തിയേക്കാം, അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ പോയേക്കാം എന്നുള്ള ഒരു റെസൊല്യൂഷൻ നിങ്ങൾ എടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സ്പിരിച്വലി നിങ്ങൾ കണക്ട് ആവാൻ ശ്രമിക്കുന്ന ഒരു വൈബ്രേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ആ സ്പിരിച്വൽ വൈബ്രേഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമ്പോഴത്തേക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആകും, അല്ലെങ്കിൽ നിങ്ങളുടെ കൈൻഡ് ഓഫ് എന്തൊക്കെയോ കുറവുണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നത് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഫോർമേഷനിലേക്കാണ് നിങ്ങൾ പോകുന്നത്. സോ സ്പിരിച്വലി നിങ്ങൾ ഇച്ചിരി അടുക്കുകയാണെന്നാണ് രണ്ടാമത്തെ പോയിന്റ്. അതുകൊണ്ട് ഈ വൈബ്രേഷനിൽ നിന്ന് ഏഞ്ചൽസിനെ കുറിച്ച് അറിയാൻ, യൂണിവേഴ്സിനെ കുറിച്ച് അറിയാൻ, മേ ബി നമ്മുടെ ധർമ്മത്തെ കുറിച്ച് അറിയാൻ, മേ ബി നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ, മേ ബി ഫിസിക്കൽ ആയിട്ടുള്ള യോഗ കൈൻഡ് ഓഫ് എനർജിയിലേക്ക് വീഴാൻ, മെഡിറ്റേഷനെ കുറിച്ച് അറിയാൻ, ഇപ്പോൾ ടെരറ്റ തന്നെ എന്താണെന്ന് അറിയാനുള്ള ഒരു കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഇത് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വാക്കുകളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടും സ്പിരിച്വൽ ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ല, നിങ്ങൾ ഭയങ്കര ബ്രോക്കൺ ആയിട്ടുള്ള സമയത്തായിരിക്കാം ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത്. ഓക്കെ, അപ്പോൾ സ്പിരിച്വലി നിങ്ങൾ അടുത്താൽ, അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്താൽ, സ്പിരിച്വൽ കണക്ഷൻ കൂട്ടിയാൽ, നമ്മുടെ സ്വാധിഷ്ഠാന ചക്ര ഉയർത്തിയാൽ, വൈബ്രേഷൻ കൂട്ടിയാൽ, നമ്മുടെ ഹീലിംഗ് പ്രോസസ്സ്, നമ്മുടെ കർമ്മ പ്രോസസ്സ്, അതായത് നമ്മുടെ കർമ്മിക്കായിട്ടുള്ള സൈക്കിളില്ലേ, അതൊക്കെ പെട്ടെന്ന് മാറിപ്പോകുന്നതായിട്ടും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒത്തിരി ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് ഈ കർമ്മ ക്ലിയർ ചെയ്യാൻ എന്ത് ചെയ്യും, അതുപോലെ തന്നെ സ്പിരിച്വൽ അവേക്കനിങ്ങിന് എന്ത് ചെയ്യും. നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്ര വൈബ്രേറ്റ് ചെയ്യിപ്പിക്കൂ. അത്
അത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വന്നാൽ നിങ്ങളുടെ സിൻസ്, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ, നിങ്ങളുടെ മിസറീസ് ഇതെല്ലാം മാറും. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടി സ്പിരിച്വലി അതാവും. അപ്പൊ ഈ സ്പിരിച്വലി നമ്മൾ അടുക്കുമ്പോൾ നമ്മൾ തന്നെ സെൽഫ് ഹീൽ ആകുമെന്നാണ് പറയുന്നത്. മേ ബി നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഈ ഒരു പ്രോസസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിതുമ്പി റെഡിയായി നിൽക്കുന്ന ഒരു പുഷ് കിട്ടിയാൽ നിങ്ങൾ അപ്പോൾ അതിലേക്ക് വീഴുന്ന ഒരു എനർജിയിൽ നിൽക്കുന്നത്, അതായത് ബോർഡർ ലൈനിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള എനർജി അറിയാനുള്ള അതീവ താല്പര്യമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നല്ലൊരു കമ്പാനിയൻ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ട് ഇല്ല. നിങ്ങളെ സ്നേഹിക്കണം എന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾക്കുണ്ട്. മേ ബി അത് ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ ആരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങളായിട്ട് ഇഷ്ടപ്പെടാൻ, നിങ്ങൾക്ക് നല്ല വഴി കാട്ടിത്തരാനുള്ള ഒരാളെ ആയിരിക്കാം മേ ബി നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടാവുക. അവസാനം സെർച്ച് ചെയ്ത് നിങ്ങളുടെ സോള് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും നല്ല ഫ്രണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ പോവാണ്. നിങ്ങൾ കുറച്ചും കൂടി സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ട് നിങ്ങളുടെ സോളിനെ മനസ്സിലാക്കി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വഴി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസൈഡ്, നിങ്ങളുടെ സോൾ തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായി മാറാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് അത് റിയലൈസ് ചെയ്യുന്ന എനർജി ആയിട്ടാണ് എനിക്ക് കാണുന്നത്. കണ്ടോ ഈ കാർഡ്, നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾ ഈ ഒരു ക്ലിങ്കിങ് നേച്ചറിൽ നിന്ന്, ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ അലങ്കോലമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു സുപ്രീം ആയിട്ടുള്ള എനർജി എന്താണ്, സൂപ്പർ നാച്ചുറൽ ഫ്ലവർ ഏതാണ്, അൾട്ടിമേറ്റ് എനർജി ഏതാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്ന ഒരു വൈബ്രേഷനിലേക്ക് പോകുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ടും അതാണ്, നിങ്ങളുടെ അച്ഛനും അതാണ്, നിങ്ങളുടെ അമ്മയും അതാണ്. ആ ഒരു സുപ്രീം പവറാണ് നിങ്ങളുടെ എല്ലാം. ആ ഒരു സുപ്രീം പവർ തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ ഒരു ട്രൂത്ത് നിങ്ങൾ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ കുറെ നാളായിട്ട് ഇതിന്റെ സെർച്ചിലാണ്, നിങ്ങൾ ആ ഒരു സെർച്ചിലേക്ക് എത്തിച്ചേരും. ആൻഡ് നിങ്ങൾ എന്താണ് അറിയാൻ ആഗ്രഹിച്ചത്, അത് മേ ബി ഒരു 555 അല്ലെങ്കിൽ നെക്സ്റ്റ് പോർട്ടൽ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് റിയലൈസ് ആകുമെന്നാണ് കാണുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു മേ ബി സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും യാത്രയിൽ നിങ്ങൾ പോയിട്ട് കുറച്ചും കൂടി നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സോണിലേക്ക് നിങ്ങൾ ഇരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വീണ്ടും ഇതിലേക്ക് തന്നെ വരാം. നിങ്ങളുടെ 7 ചക്ര ബാലൻസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ 7 ചക്ര ബാലൻസ് ചെയ്യേണ്ടത്? 7 ചക്ര നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിട്ടിരുന്നാൽ ആരോട് ഫ്രണ്ട്ഷിപ്പ് കൂടണം, ആരെ പ്രണയിക്കണം, ഏത് ജോലി സെലക്ട് ചെയ്യണം, ഒരു സിറ്റുവേഷനിൽ എന്ത് ഡിസിഷൻ ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്, നമ്മൾക്കത് എത്രത്തോളം ഫേവറബിൾ ആയിരിക്കും ഇല്ലയോ എന്നുള്ള നമ്മുടെ ജീവിതത്തിലെ കറക്റ്റ് ആയിട്ടുള്ള ഡെസിഷൻസ് എടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. മിക്ക ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, യൂണിവേഴ്സ് കൊണ്ടു തന്നതല്ലേ ഈ വ്യക്തിയെ, ഞാൻ മാത്രം എന്തുകൊണ്ടാണ് റോങ് ആയിട്ടുള്ള പേഴ്സണെ സെലക്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ അട്രാക്ട് ചെയ്യാൻ സാധിക്കാത്തത്? ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കുറെ ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സാധിക്കാത്തത്? നിങ്ങളുടെ 7 ചക്ര അലൈൻഡ് അല്ലാത്തത് കൊണ്ടാണ്. സോ യു ക്യാൻ ഗോ ആൻഡ് ബൈ ദിസ് ബ്രേസ്ലെറ്റ്. 7 ചക്ര അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് ഇടാൻ താല്പര്യമില്ല എങ്കിൽ 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ അത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ 7 ചക്ര ബാലൻസ് ചെയ്യാനുള്ള യോഗ ഉണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. യോഗ ചെയ്യാം, അതിനോടൊപ്പം ബ്രേസ്ലെറ്റ് ഇടാം, കുറച്ചും കൂടി ആംപ്ലിഫൈ ചെയ്യിക്കാം നിങ്ങളുടെ എനർജി. ഇനി ഇത് ഒന്നും നിങ്ങൾക്ക് പോസിബിൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ ചക്ര ഹീലിംഗ് ആയിട്ട് ചെയ്യാം. അതായത് കളർ തെറാപ്പി വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതിന്റെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റേക്കി വെച്ചിട്ട് നിങ്ങളുടെ 7 ചക്ര ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അലൈൻ ചെയ്യിപ്പിക്കാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മേ ബി കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ 7 ചക്ര ബാലൻസ് ചെയ്യാൻ സമയമായി, എന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡെസിഷൻ എടുക്കാൻ സാധിക്കും. ഇതുവരെ നിങ്ങളുടെ ഡെസിഷൻസ് തെറ്റായിരുന്നു അല്ലെങ്കിൽ തെറ്റിപ്പോയിരുന്നു എങ്കിൽ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ഇപ്പോൾ തന്നെ സാധ്യമാണ്. ട്രൈ ചെയ്യുക. ഓക്കെ, ഈ 7 ചക്ര ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ ഈ ഒരു 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കും. കാരണം ഈ ഒരു 7 ചക്ര ബാലൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെററ്റ് റീഡറിന്റെ അടുത്തോ, ഒരു റെക്കി ഹീലറിന്റെ അടുത്തോ, ഒരു അസ്ട്രോളജറിന്റെ അടുത്തോ പോകേണ്ട ആവശ്യമില്ല. 6th സെൻസ് എന്നൊരു സംഭവമില്ലേ, ആ 6th സെൻസ് വൈബ്രേഷനിൽ നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. സോ മന്ത്ര ചാൻഡിങ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ്? നിങ്ങളുടെ 7 ചക്രയെ ബാലൻസ് ചെയ്യിപ്പിക്കുക. നിങ്ങളുടെ 7 ചക്രയെ ബാലൻസ് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം എനർജി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക, നിങ്ങൾ എത്രത്തോളം സ്പിരിച്വലി കണക്റ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങൾക്കും ക്വസ്റ്റ്യൻ്റെ ഒക്കെ ആൻസർ തരാൻ നമ്മുടെ സോൾ കേപ്പബിൾ ആണ്. നമ്മുടെ സോളിന്റെ എനർജി വൈബ്രേഷൻസിനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് ഒരു അസ്ട്രോളജറിന്റെയും ഒരു ടെററ്റ് എക്സ്പെഡിഷന്റെയും ആവശ്യം വരില്ല നിങ്ങളുടെ വഴി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. നിങ്ങളുടെ വഴി നിങ്ങൾക്ക് തന്നെ വെട്ടിത്തെളിക്കാൻ സാധിക്കും. എല്ലാവർക്കും യൂണിവേഴ്സ് ഈ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഇത് അച്ചീവ് ആകും. ഓക്കെ,
ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ 7 ചക്ര വൈബ്രേറ്റഡ് അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ശരിയായിട്ടൊരു ഡെസിഷൻ എടുക്കാൻ ഒരു ടെററ്റ് റീഡറിന്റെയോ അസ്ട്രോളജറിന്റെയോ ആവശ്യം വരുന്നത്. നിങ്ങൾ സ്വന്തമായി ബാലൻസ്ഡ് ആണെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരികയും അത് നിങ്ങളുടെ മുന്നിൽ ഇതാവുകയും ചെയ്യും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ഒരു കൺഫർമേഷന് വേണ്ടി മാത്രം ടെററ്റ് റീഡറിന്റെ ആവശ്യം മതിയായിരിക്കും. പക്ഷെ നിങ്ങളുടെ 7 ചക്ര ബാലൻസ്ഡ് അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ എടുക്കരുത്. നിങ്ങളൊരു ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് തന്നെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. പക്ഷേ ഗൈസ്, നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ലൈഫിലാണ് നിൽക്കുന്നത്, എനിക്ക് എങ്ങനെയെങ്കിലും പൈസ സമ്പാദിക്കണം, എനിക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈഫ് വേണം, അല്ലെങ്കിൽ ഹസ്ബൻഡ് വേണം, ഹാൻസം ആയിട്ടുള്ള എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ 7 ചക്ര ഒരിക്കലും ബാലൻസ്ഡ് അല്ല. എന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആളെ സമീപിക്കുക. ഓക്കെ, കാരണം സ്പിരിച്വൽ ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് വേറെയാണ്. മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നിന്നും പൂർണ്ണമായി ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന എനർജിയാണ് സ്പിരിച്വൽ എനർജി എന്ന് പറയുന്നത്. സോ മെറ്റീരിയലിസ്റ്റിക്കലി നിങ്ങൾ ഇതൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ട് 7 ചക്ര ബാലൻസ്ഡ് ആണെന്ന് പറഞ്ഞു നടക്കരുത്. എന്നിട്ട് ടെററ്റ് റീഡർ പറഞ്ഞു ഞാൻ സ്വന്തമായി തീരുമാനിക്കുന്നതാണ് എന്റെ തീരുമാനം എന്ന് പറഞ്ഞു, അവിടെ നാളെ തൊട്ട് ഞാൻ അങ്ങനെ ചെയ്യാം. അങ്ങനെയല്ല. 7 ചക്ര ബാലൻസ്ഡ് ആണ്. നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യും. ഇൻസൈഡ് ഒരാൾ ഇരുന്ന് സംസാരിക്കുന്നു, ആ ഒരു സൂപ്പർ നാച്ചുറൽ പവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നു, എന്തൊക്കെ മനസ്സിലാവും. അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കുക. കാരണം പല ആൾക്കാരും പറയുന്നു എനിക്കിത് മാച്ച് ആവുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ബൈൽ സെലക്ട് ചെയ്തിട്ട് ശരിയായില്ല എന്നൊക്കെ. അത് നിങ്ങളുടെ എനർജി കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഇഷ്ടംപോലെ ഡിസ്ട്രാക്റ്റഡ് ആണ്. ഡിസ്ട്രാക്റ്റഡ് ആവുമ്പോഴത്തേക്ക് മേ ബി നിങ്ങൾക്ക് തോന്നും ഈ ഒരു എനർജി ഇതായിട്ടുള്ളത്. കാരണം നിങ്ങളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഫോർ യു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് കൊണ്ടുവരിക, നിങ്ങളുടെ ചക്രാസ് ബാലൻസ് ചെയ്യുക എന്നതാണ്. ആഫ്റ്റർ ദിസ് 555 പോർട്ടൽ നിങ്ങൾ വളരെ മനോഹരമായിട്ട് സംസാരിക്കാൻ പഠിക്കും, സ്വന്തമായി ഡിസിഷൻ എടുക്കാൻ പഠിക്കും, സ്വന്തം താല്പര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കും, സെൽഫ് കെയറിന് ശ്രമിക്കും, നമ്മൾ തന്നെ സ്വയമേ നമ്മുടെ അപ്പിയറൻസിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അതുപോലെ തന്നെ ആരെ ട്രസ്റ്റ് ചെയ്യണം, ആരെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല, ആരാണ് ട്രിഗർ ചെയ്യുന്നത്, ആരാണ് നമ്മുടെ ലൈഫിൽ മോശം അവസ്ഥ കൊണ്ടുവരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള എബിലിറ്റിയും നിങ്ങളിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ ദിസ് നിങ്ങൾക്ക് ഭയങ്കരമായൊരു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായൊരു മാറ്റം ഈ ഒരു പോർട്ടൽ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും. കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾ തുറന്നിട്ടുണ്ട് എങ്കിൽ ഞാൻ ഈ പറയുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ വരും. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പോർട്ടൽ കഴിഞ്ഞിട്ട് അതുപോലെ ചെയ്തിട്ട് അവർക്ക് പോസിറ്റിവിറ്റി ഉണ്ടായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യത്യാസം വരും. ആൻഡ് തീർച്ചയായിട്ടും എനിക്ക് DM ചെയ്യുക, അല്ലെങ്കിൽ കഴിഞ്ഞ പോർട്ടലിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനം ആയിക്കോട്ടെ. കാരണം ചില ആൾക്കാർക്ക് അത് അറിയില്ല, ചില ആൾക്കാർക്ക് ഇത് മറ്റുള്ളവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു വരുന്നവരുണ്ട്. ഓക്കെ, എന്നാ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു വരുന്നത്. അപ്പൊ അങ്ങനെയെങ്കിലും ഒരു വ്യക്തിയെങ്കിലും നമുക്ക് സ്പിരിച്വലി കണക്റ്റഡ് ആക്കാൻ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ചക്രാസ് സ്റ്റേബിൾ ആക്കി അവരുടെ ലൈഫ് സ്റ്റേബിൾ ആക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ഒരു പോസിറ്റീവ് കർമ്മയായി മാറും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആഫ്റ്റർ 555 പോർട്ടൽ അല്ലെങ്കിൽ 25 പോർട്ടൽ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കുന്ന ആ കൈൻഡ് ഓഫ് എനർജി നിങ്ങളിലേക്ക് വന്നു ചേരും. ആ ഒരു സ്ട്രെസ് മാറും. നമ്മൾ പറയില്ലേ, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നമുക്ക് അമിതമായിട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുമെന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു ഒഴുക്കനുസരിച്ച് ആ ഒഴുക്കിലൂടെ ഒഴുകി നടക്കാൻ ഉള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാകും. ആൻഡ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ കൈൻഡ് ഓഫ് ലക്ഷറി ആണെങ്കിൽ ഇറ്റ് വിൽ കം ബാക്ക് ടു യു. നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വിൽ കം ബാക്ക് ടു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കൈൻഡ് ഓഫ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇറ്റ് വിൽ കം ബാക്ക് ടു. ഇപ്പൊ ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് ലക്ഷറി നിങ്ങൾ അനുഭവിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് ലക്ഷറി നിങ്ങളിലേക്ക് വന്നു ചേരും. ഈവൻ അത് റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ശരി, കൈൻഡ് ഓഫ് ലക്ഷറി. അതായത് നമ്മൾ മിണ്ടാതിരുന്നാൽ മതി, നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ കൈൻഡ് ഓഫ് എനർജി കാരണം നമുക്ക് പൈസ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ലവ് എനർജി ഉണ്ടാകുന്നുണ്ട് എന്നൊരു സ്റ്റേറ്റിലേക്ക് നിങ്ങൾ വീഴും. അതുപോലെ തന്നെ ഗൈസ്, ഫയൽ നമ്പർ 1 ആണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്തോ അമിതമായി ആഗ്രഹിക്കുന്ന, ഒരിക്കലും നടക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാണ്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിശിഷ്ട വ്യക്തിയെ കാണണം എന്നാണ്, ഓട്ടോഗ്രാഫ് മേടിക്കണം എന്നാണെങ്കിൽ മേ ബി അത് നിങ്ങൾക്ക് പോസിബിൾ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഏതെങ്കിലും ഒരു എക്സാം ക്ലിയർ ചെയ്യണം എന്നാണെങ്കിൽ അത് പോസിബിൾ ആവുന്ന കാണുന്നുണ്ട്. വർഷങ്ങളോളമായിട്ട് നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു, പക്ഷെ എല്ലാത്തിനും തടസ്സങ്ങളാണെങ്കിൽ അതിന്റെ ഒരു വേ തുറന്നു വരാനുള്ള സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡിവോഴ്സ് ആണ് താല്പര്യപ്പെടുന്നെങ്കിൽ ആ ഒരു ഡിവോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു വർഷം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും 25/5/25 മാനിഫെസ്റ്റ് ചെയ്യുക. ഈ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാതിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം കുറെ നാളായിട്ട് നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. ആ യൂണിവേഴ്സ് നിങ്ങളുടെ എനർജി അലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അത് നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട്.
അതുപോലെ തന്നെ ബിസിനസ് ആണ് എങ്കിൽ വലിയൊരു നിങ്ങൾ ആഗ്രഹിച്ചതിലും വലിയൊരു കോൺട്രാക്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ലവ് ലൈഫ് എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്ന എല്ലാ സൈഡിൽ നിന്നും സക്സസ് നിങ്ങൾക്ക് വരാൻ തുടങ്ങും. നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചോ അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാൻ സാധിക്കും കേട്ടോ. നിങ്ങളുടെ കോൺഷ്യസ്നെസ്, ആ ഒരു നമ്മുടെ ഇന്നർ വൈബ്രേഷൻ നിങ്ങൾ നന്നാക്കിയാൽ മതിയായിരിക്കും. എല്ലാം അബണ്ടൻസ് എല്ലാം നിങ്ങൾക്ക് അലൈൻഡ് ആയി വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കണ്ടോ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ ട്യൂൺ ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്ക് വരാം. നിങ്ങൾ എന്താണോ ആ ഒരു പ്രൊജക്ഷനിൽ നിങ്ങൾ ഇരിക്കുക. നിങ്ങളുടെ ഇന്നർ വോയിസ് കേൾക്കുക. കണ്ടോ, നമുക്ക് കിട്ടുന്ന കാർഡ്സ് കണ്ടോ, ഈ എനർജി ഒക്കെ ഭയങ്കര വൈബ്രന്റ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നാണ് കാണുന്നത്. ആൻഡ് പൈൽ നമ്പർ 1 വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റീഡിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടി കിട്ടിയിട്ടുള്ളത്. ആൻഡ് ആഫ്റ്റർ ദിസ് പോർട്ടൽ നിങ്ങൾക്ക് വളരെ പോസിറ്റിവിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് കാണിക്കുന്നുണ്ട്. സോ ഈ ഓപ്പർച്യൂണിറ്റി ദയവേത് മിസ് ചെയ്യരുത്, വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു സംരംഭമോ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പോർട്ടലിന്റെ ദിവസം അന്ന് തുടങ്ങാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് അതിന് വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ദിവസം നിങ്ങളുടെ പാർട്ട്ണറിന് എന്തെങ്കിലും ഗിഫ്റ്റ് നിങ്ങൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അപ്പൊ ആ സമയത്ത് അവര് നമ്മളെ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതും നമുക്കൊരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് മാറുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അതും നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി വരും എന്ന് തോന്നുന്നത്. ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം 25/5/25 കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നിങ്ങളെ കുറിച്ച് അപ്പോൾ നല്ലത് ആണ് അവർ വിചാരിക്കുന്നതെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ആഫ്റ്റർ ദാറ്റ് വൈബ്രേഷൻ ട്രിഗർ ചെയ്യുന്നത്. അതുകൊണ്ട് അന്ന് വെറുതെ മോശപ്പെട്ട കാര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റൊരാളുടെ നെഗറ്റിവിറ്റി മേടിക്കുന്ന രീതിയിലോ പെടാതെ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. പോർട്ടല് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും പോസിറ്റിവിറ്റി ഉണ്ടാകണം എന്നതാണ് എനിക്കും ആഗ്രഹം. അതുപോലെ തന്നെ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരിക. 7 ചക്ര തീർച്ചയായിട്ടും ബാലൻസ് ചെയ്യുക. നിങ്ങൾ 7 ചക്ര ബാലൻസ് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഫ്ലോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ശരിയാണ്, ഇതിലേക്ക് വീഴാൻ പാടാണ്. പക്ഷെ ഇതിലേക്ക് നിങ്ങൾ വീണ് കഴിഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക് ലൈഫും വളരെയധികം സ്റ്റേബിൾ ആകും. നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നിന്നാൽ അതും സ്റ്റേബിൾ ആവില്ല, സ്പിരിച്വൽ ലൈഫും സ്റ്റേബിൾ ആവില്ല. ബട്ട് നിങ്ങൾ സ്പിരിച്വൽ ലൈഫിലേക്ക് നിന്ന് നോക്കൂ. നിങ്ങൾ എത്ര ആക്ട്രസിനെ എടുത്ത് നോക്കൂ, ആക്ടറിനെ എടുത്ത് നോക്കൂ. ഇവരുടെ എല്ലാം പേഴ്സണൽ സ്പേസിൽ അവരെല്ലാം സ്പിരിച്വലി അവേക്കൻഡ്. അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ചുമ്മാ പുറത്ത് വിളിച്ച് പറയുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നെങ്കിലും ഇവരൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുന്നവരാണ്, ഇവരൊക്കെ ചക്ര ബാലൻസ് ചെയ്യുന്നവരാണ്, ഇവരെല്ലാം ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ചില ആൾക്കാരത് എക്സ്പോസ് ചെയ്യും, ചില ആൾക്കാർ അവരുടെ പേഴ്സണൽ സ്പേസിൽ വെക്കും. പക്ഷേ നിങ്ങൾക്ക് അബണ്ടന്റ് ആവണോ, നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പ്രോസ്പെരിറ്റിയും അച്ചീവ് ചെയ്യണോ, 7 ചക്ര ബാലൻസ് ചെയ്ത് നോക്കുക. അതാണ് ഏറ്റവും നല്ല മാർഗം. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ എന്റെ പോയിന്റ്സ് എല്ലാം ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഹോപ്പ് നിങ്ങൾക്ക് ഇത് റെസൊണേറ്റ് ആയില്ലെങ്കിൽ സെക്കൻഡ് പൈൽ കണ്ടു നോക്കുക. ഫർദർ മോർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. നമുക്ക് എനർജൈസ്ഡ് ചാർജ്ഡ് പ്രോഗ്രാംഡ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ അടുത്ത പൈലിൽ കാണാം ഗൈസ്. അതുവരെയും ബൈ. ഹായ് ഗായ്സ്, നിങ്ങൾ സെക്കൻഡ് പൈലായിട്ടുള്ള നമ്മുടെ 7 ചക്ര ബ്രേസ്ലെറ്റ് പ്ലസ് ഹെമറ്റൈറ്റ് കോംബോ ആണ് എടുത്തിട്ടുള്ളത് എങ്കിൽ എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് വരുന്നത്? ഈ ഒരു 5/5/5 പോർട്ടൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഗുണം ചെയ്യാൻ പോകുന്നത്? എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നിങ്ങൾ വരുത്തേണ്ടത് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്ലീസ് ഗൈഡൻസ്. ഓക്കെ, ഷെയറിംഗ്, ടേണിംഗ് ഇൻ, ഓക്കെ, കോൺഷ്യസ്നെസ്. Okay. Please guide us. Breakthrough. Slowing down. Maturity. Okay. Invoice, mind. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ വല്ലാണ്ടിട്ട് ഉപദ്രവിക്കുന്നുണ്ടല്ലേ? മേ ബി ഓവർ തിങ്കിങ് നിങ്ങളുടെ ഒരു പ്രശ്നമായിരിക്കാം. നിങ്ങൾ മെച്ചുവർ ആണ്, പക്ഷെ ചില കാര്യങ്ങളിൽ നിങ്ങൾ വളരെ ഇമ്മച്ചുവർ ആണ്, അല്ലെങ്കിൽ മെച്ചുവറായി ചിന്തിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പല നഷ്ടങ്ങളും വരുന്നുണ്ട്. Okay. Fool and
മൊമെന്റ് ടു മൊമെന്റ്. ഓക്കെ, പല കാര്യങ്ങളും നിങ്ങൾ സങ്കല്പിച്ച് വെക്കുവേ. എനിക്ക് തോന്നുന്നു അതൊന്നും സാധ്യമാകുന്നില്ലല്ലേ, നടക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവും. യെസ്, നിങ്ങൾ എപ്പോഴും പാസ്റ്റിൽ ക്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഓടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നത്തിങ് ഇസ് കംപ്ലീറ്റ്, അല്ലെങ്കിൽ ഒന്നും കംപ്ലീറ്റ് ആകുന്നില്ല. കംപ്ലീറ്റ് ആക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. ഐ തിങ്ക് നിങ്ങൾ എക്സ്ഹോസ്റ്റഡ് ആണ്. ഓക്കെ, ശരി. എനിക്കതിനകത്ത് മനസ്സിലാകുന്ന വെച്ചാൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ തുടങ്ങി വെക്കുന്നുണ്ട്. മേ ബി ഷെയറിങ് ആയിട്ട്, അതായത് നമുക്ക് ഇങ്ങനെ തുടങ്ങാം, നമുക്ക് അത് നോക്കാം, ഇത് നോക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ തുടങ്ങി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒത്തിരി ടാസ്കുകൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലാതെ, എന്ത് കാര്യമാണെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലാതെ എനിക്ക് തോന്നുന്നത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കാത്തത് ഒന്നുകിൽ നിങ്ങൾ അമിതമായി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നു, അവർ നിങ്ങൾക്ക് തിരിച്ചു തരുന്നില്ല. ഇപ്പൊ കൊടുക്കുകയും വാങ്ങുകയും ചെയ്താലല്ലേ നമുക്ക് ബാലൻസ്ഡ് ആയിരിക്കും. ഇപ്പൊ നമ്മള് ഇപ്പൊ റിലേഷൻഷിപ്പിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ എനർജി നമ്മൾ എപ്പോഴും നമ്മുടെ പാർട്ട്ണറിന് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നു. പാർട്ട്ണർ നമുക്ക് ഒരു സന്തോഷവും തരുന്നില്ല, പാർട്ട്ണർ നമുക്ക് ഒരു സ്റ്റെബിലിറ്റിയും തരുന്നില്ല. പക്ഷെ നമ്മൾ വീണ്ടും പാർട്ട്ണറിന് മതി എന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ കുറെ കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഡ്രെയിൻഡ് ഔട്ട് ആവും അല്ലെ. നിങ്ങൾക്ക് തന്നെ ഫ്രസ്ട്രേഷൻ വരും, നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ താല്പര്യം ഇല്ലാതെ തോന്നും. ഇപ്പോൾ എത്രയാണെങ്കിലും 2-3 വർഷമൊക്കെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചു നിൽക്കും. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ചാർജിങ് കിട്ടുന്നില്ല, നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് നിന്ന് പോസിറ്റിവിറ്റി കിട്ടുന്നില്ല എങ്കിൽ സ്വാഭാവികം നമ്മളെ കൊണ്ട് അതിനകത്ത് നിൽക്കാൻ സാധിക്കില്ല അല്ലെ. ഇതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ മേ ബി ഒരു കാര്യത്തിൽ എഫേർട്ട് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദ ബെസ്റ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ വിചാരിക്കുന്നത് യൂണിവേഴ്സും നിങ്ങൾക്ക് തരുന്നില്ല, ആരും നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ പല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കി, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കി, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ടൈമും നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്ത് നോക്കി, അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ കൊടുത്തു നോക്കി. ഇതെല്ലാം കൊടുത്തു നോക്കിയിട്ടും സ്റ്റിൽ നമുക്ക് നമ്മുടെ ഭാഗത്ത് വരുമ്പോൾ നെഗറ്റിവിറ്റിയും പരാജയവും ഒക്കെയാണ് വരുന്നത്. ഈവൻ നമ്മൾ ചിലപ്പോൾ ബ്രേസ്ലെറ്റ് ഉപയോഗിച്ചിട്ടും എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ എന്ന കൈൻഡ് ഓഫ് എനർജിയിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക. മെയിൻലി ഞാൻ പറയാം, നിങ്ങളുടെ റൂട്ട് ചക്ര ബ്ലോക്ക് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന്റെ എപ്പോഴും പറയുന്നത് പോലെ ഒരു അലങ്കോലമായിട്ടുള്ള ഒരു മുറിയിൽ നമുക്കൊരു പ്രോഗ്രാം നടത്തിയാൽ നമ്മുടെ അതിഥികൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. നമ്മൾ ആദ്യം അവിടെ ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ ആദ്യം ആ റൂമിനെ കംപ്ലീറ്റ്ലി വൃത്തിയാക്കണം അല്ലെ. വൃത്തിയാക്കിയിട്ട് അതിൽ നല്ല കാര്യങ്ങളിട്ട് അലങ്കരിക്കണം അല്ലെ. അതായത് നിങ്ങളുടെ മനസ്സിനെ ആദ്യം നിങ്ങൾ ക്ലിയർ ചെയ്യണം, നിങ്ങളുടെ റൂട്ട് ചക്രയെ നിങ്ങൾ ക്ലിയർ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ കൊണ്ടും അബണ്ടന്റ് ആയിട്ടുള്ള ചിന്തകൾ കൊണ്ടും നിങ്ങൾ അതിനെ അലങ്കരിക്കണം. ഓക്കെ, അങ്ങനെ അലങ്കരിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന അതിഥികൾ, അബണ്ടൻസ്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന അതിഥികൾ നമ്മുടെ റൂമിലേക്ക് വന്ന്, നമ്മുടെ മനസ്സിലേക്ക് വന്ന് നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു റിസീവിങ് ചെയറിനകത്ത് ഇരിക്കത്തുള്ളൂ. ഓക്കെ, അല്ലാതെ ചുമ്മാ ഒരു ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു മുറിയിൽ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനം വെക്കണം, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ വന്നിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അത് പോസിബിൾ ആവുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങളുടെ മൈൻഡ് ക്ലെൻസ് ചെയ്യുക. അതായത് ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തിട്ടോ അത് കഴിഞ്ഞിട്ട് ഇതൊന്നും നടക്കത്തില്ലായിരിക്കും, ഇതൊക്കെ നടക്കുമോ, ഇത് വേറെ ആർക്കെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടോ, ഇത് ഇങ്ങനത്തെ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ റൂട്ട് ചക്ര ബ്ലോക്ക് ആണ്. കാരണം വേറൊരാൾക്ക് അത് കിട്ടിയത് കൊണ്ടാണോ നിങ്ങൾ അത് യൂസ് ചെയ്യുന്നത്? അങ്ങനെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾക്ക് അതിൽ ഉറച്ച വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് അത് പോസിബിൾ ആകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും, അതിലൂടെ നിങ്ങൾക്ക് ഗുണം കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ ഒരു സ്പെല്ലിനോ ഓരോ ഇതിനോ പോവുക. അല്ലാതെ മറ്റൊരാൾക്ക് അത് കിട്ടിയാലോ അപ്പൊ പിന്നെ ഞാനും ചെയ്തേക്കാം, എനിക്കും കൂടി വല്ലതും കിട്ടിയാലോ, ഈ കൈൻഡ് ഓഫ് എനർജി നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, ഇതാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്കിൽ നിങ്ങൾ അൺക്ലിയർ ആണ്, നിങ്ങൾ അശുദ്ധമായി കിടക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ കൈൻഡ് ഓഫ് കീടം ഉള്ള കൈൻഡ് ഓഫ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നാണ് എനിക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പെൻഡിങ് ആണ്. ഇപ്പൊ ജിമ്മിലേക്ക് പോകും, 2 ദിവസം പോകും, പിന്നെ വീട്ടിൽ ഇരിക്കും. ഡയറ്റ് പ്ലാൻ തുടങ്ങും, പൈസയൊക്കെ കൊടുക്കും, 2 ദിവസം ചെയ്യും, പിന്നെ വീട്ടിലിരിക്കും. ജോലിക്ക് പോകണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്, 2 ദിവസം എവിടെയെങ്കിലും പോയി സെർച്ച് ചെയ്യും, അത് കഴിഞ്ഞാൽ പിന്നെ CV മടക്കി ചായയിൽ മുക്കി
അവിടെ വെക്കും. ഈ കൈൻഡ് ഓഫ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതായത് ആദ്യം ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, പക്ഷെ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, വേണ്ടത് നിർത്തിയേക്കാം. അങ്ങനെ മേ ബി ധനനഷ്ടവും നിങ്ങൾക്ക് വരാറുണ്ട്. ഓക്കെ, മൂവ് ഫോർവേഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. തുടങ്ങി വെക്കും, സ്റ്റാർട്ടിങ് ട്രബിൾ നിങ്ങൾക്ക് ഒരിക്കലും ഇല്ല, സ്റ്റാർട്ടിങ് ട്രബിളേ ഇല്ല, പക്ഷെ ഫിനിഷിംഗ് ട്രബിൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ തുടങ്ങിയ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പെൻഡിങ് ആയിട്ടുള്ള ഒത്തിരി ടാസ്കുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളെ കൊണ്ട് ഫുൾഫിൽ ചെയ്യാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ റൂട്ട് ചക്ര ദിവസം തോറും ബ്ലോക്കായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം ചെയ്ത് തീർക്കുമ്പോഴാണ് നമുക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഈ ചക്ര ബ്ലോക്ക് ആവുന്നതെന്ന് പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, എന്റെ വൈബ്രേഷൻ എന്താണോ അതനുസരിച്ചാണ് ചക്ര ബ്ലോക്ക് ആവുന്നത്. അപ്പൊ റൂട്ട് ചക്ര ബ്ലോക്ക് ആവുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, നമുക്ക് ഭയങ്കരമായിട്ട് ആൻസൈറ്റി വരിക, ടെൻഷൻ വരിക, ഒരു കാര്യത്തെക്കുറിച്ച് അമിതമായി നമ്മൾ ചിന്തിക്കുക, അതുപോലെ തന്നെ എന്താവും എന്നുള്ള വേവലാതിയിൽ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് നെഗറ്റിവിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ചില ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്താണ്, വണ്ടിയിലിരുന്ന് പോകുമ്പോൾ ഈ വണ്ടി ഇപ്പൊ ആക്സിഡന്റ് ആയി ഞാൻ ആംബുലൻസിൽ കയറി പോകുന്ന രീതിയിലൊക്കെ ഞാൻ ഇമാജിൻ ചെയ്യുന്നത് നിങ്ങളുടെ റൂട്ട് ചക്ര ബ്ലോക്ക് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനത്തെ തോട്ട് വരുന്നത്. അല്ലെങ്കിൽ ട്രെയിനിൽ പോകുമ്പോൾ ട്രെയിൻ മറിഞ്ഞ് വെള്ളത്തിലേക്ക് പോവും, ഞാനും വെള്ളത്തിലേക്ക് പോയി എന്ന രീതിയിലുള്ള അങ്ങനത്തെ തോട്ട്. അല്ലെങ്കിൽ എവിടെയെങ്കിലും കാറിലിരുന്ന് പോകുമ്പോഴത്തേക്കും ഇപ്പൊ ഇടിച്ചു ചാവും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിങ്ങനെ മറ്റേ സിനിമയിൽ കാണിക്കുന്നത് പോലെ കാർ ഇടിച്ച് പറന്ന് കൊക്കയിലേക്ക് വീഴും. ഈ കൈൻഡ് ഓഫ് തോട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ റൂട്ട് ചക്ര ഇംബാലൻസ്ഡ് ആണ്. ഈ തോട്ടുകൾ പിന്നെയും നിങ്ങൾക്ക് വരുമ്പോൾ അത് പിന്നെയും റൂട്ട് ചക്ര ഇംബാലൻസ്ഡ് ചെയ്ത് ക്ലോഗ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ബെറ്റർമെന്റ് കിട്ടില്ല, തുടങ്ങിയ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾക്ക് അർഹതപ്പെട്ട ഓപ്പർച്യൂണിറ്റിയും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. നിങ്ങളിപ്പോൾ ഒരാളുടെ അടുത്ത് പോയി എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അവർക്ക് പ്രോപ്പറായി മനസ്സിലാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് പേടിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടേണ്ട ബെനിഫിറ്റുകൾ മറ്റാൾക്കാർക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ കുട്ടികളാണെങ്കിൽ ഡയറി എഴുതാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ ജേർണൽ ചെയ്യാൻ ശ്രമിക്കും. 2 ദിവസം എഴുതും, അത് കഴിയുമ്പോഴത്തേക്ക് മറന്നു. ഇപ്പം ഒരു മാനിഫെസ്റ്റേഷനിലേക്ക് കയറിയിട്ട് 2 ദിവസം ചെയ്യും, അത് കഴിയുമ്പോഴത്തേക്ക് മറന്നു. ഇപ്പൊ ന്യൂ മൂൺ മാനിഫെസ്റ്റേഷനിലും 2 ദിവസം മെഴുകുതിരി കത്തിക്കും, ആഫ്റ്റർ ദാറ്റ് എനിക്കിന്ന് വൈകി ഇനി പോകണ്ട. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ രാവിലെ മോർണിംഗ് വാക്കിന് പോകാൻ താല്പര്യപ്പെടുന്നു, 2 ദിവസം പോയി കഴിഞ്ഞിട്ട് പറയും ഇനി എനിക്ക് പോസിബിൾ അല്ല, ഇനി കുറച്ചും കൂടി ഉറങ്ങിയേക്കാം. മേ ബി ഇത് നിങ്ങളുടെ മടിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം കൊണ്ടായിരിക്കാം, പക്ഷെ തുടങ്ങുന്നതൊന്നും എൻഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. സോ നിങ്ങൾ വളരെയധികം ഡിസ്ട്രാക്റ്റഡ് ആവും, നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഇനിയും ന്യൂ ബിഗിനിങ് പോസിബിൾ ആണ്. സോ ഫ്രം ദ സ്പോട്ട്, ഈ ഒരു പോർട്ടലിന്റെ എനർജി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അൺഫിനിഷ്ഡ് ആയിട്ടിരിക്കുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടേതല്ലാത്ത നിങ്ങൾ ഏറ്റുപിടിച്ചിരിക്കുന്ന ടാസ്കുകൾ തിരിച്ച് അവരുടെ തന്നെ കൊടുക്കുക. നിങ്ങളുടെ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ള നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ റൂട്ട് ചക്ര ബാലൻസ് ആവുള്ളൂ. നിങ്ങളുടെ റൂട്ട് ചക്ര ബാലൻസ് ആയാൽ മാത്രമല്ലേ നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു മേഖലയിലും നിങ്ങൾക്ക് പുതിയ പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, നിങ്ങൾ എന്ത് തന്നെ ചെയ്തിട്ടും നിങ്ങൾക്ക് വെൽത്തോ അബണ്ടൻസോ റിലേഷൻഷിപ്പോ അട്രാക്ട് ആകുന്നില്ല എങ്കിൽ തുടങ്ങി വെച്ച കാര്യത്തെ അവസാനിപ്പിക്കുക. തുടങ്ങി വെച്ച കാര്യം അവസാനിക്കാതെ പുതിയ ഒരു കാര്യത്തിലേക്ക് എൻ്റർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് ഒരിക്കലും സാധ്യമല്ല. അതിന് നിങ്ങൾ എത്ര കമന്ന് കിടന്ന് മാനിഫെസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. അതുപോലെ നിങ്ങൾ അൺഫിനിഷ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്ന നിങ്ങളുടെ ആഗ്രഹം, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് സ്റ്റാർട്ടിങ്, അതായത് ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് പഠിക്കണം, നാളെ ആവട്ടെ എന്ന രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അത് മാറാനുള്ള സാധ്യതയുണ്ട്. ഒരു സ്ഥലത്തേക്ക് പോകണം, നാളെ ആവട്ടെ എന്ന എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവിടേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണിക്കുന്നുണ്ട്. എക്സസൈസ് ചെയ്യണം, അത് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നാളെ പോവാം എന്ന രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അതും അതായത് നിങ്ങൾ പെൻഡിങ് ഇട്ട് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളിലും നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് ആഫ്റ്റർ ദിസ് 555 പോർട്ടൽ എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഫയൽ നമ്പർ 2, നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്താൽ മേ ബി നമ്മൾക്ക് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ. റെസ്പോൺസിബിലിറ്റി കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുന്നത് എനിക്കിത് ചെയ്യാൻ പറ്റുമോ, എന്നെ കൊണ്ട് പറ്റുമോ, ഇത് എന്നെ കൊണ്ടൊന്നും പറ്റില്ലായിരിക്കും, ഞാൻ പിന്നേക്ക് വലിഞ്ഞു നിൽക്കാം, എൻ്റെ പേരൊന്നും ഇവിടെ ആരും പറയണ്ട, കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരാളുടെ സഹായം ഇല്ലാതെ എങ്ങനെ ചെയ്യും, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയില്ല, ഞാൻ പതിയെ പമ്മി നിൽക്കാം. ഈ കൈൻഡ് ഓഫ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി, നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി എന്താണ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കണം, നിങ്ങൾ ആ ടാസ്കിലേക്ക് വീഴണം. നിങ്ങൾ എത്രത്തോളം ഏബിൾ ആണെന്ന് മറ്റൊരാളെ കാണിക്കണമെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അതിനു മുമ്പേ തന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല, ഞാൻ പോകുന്നില്ല, എനിക്കൊന്നും കിട്ടത്തില്ല, ഈ ഒരു എനർജിയിലാണ് ഒത്തിരി ആൾക്കാർ കോമ്പറ്റീഷനിലുണ്ട്, അപ്പൊ എനിക്കിതൊന്നും കിട്ടത്തില്ല എന്നൊരു എനർജി നിൽക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, ഇത്രയും കോമ്പറ്റീഷനുള്ളിൽ നിന്നിട്ടാണ് ഒരു വ്യക്തി ഫസ്റ്റ് മേടിക്കുന്നത്, ഒരു വ്യക്തി സെക്കൻഡ് മേടിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് ആ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇരുന്നുകൂടാ? ആ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ നിങ്ങൾ കഠിനമായിട്ട് വർക്ക് ചെയ്യണം, നിങ്ങൾ തുടങ്ങി വെച്ച ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം.
അതുകൊണ്ട് തന്നെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അതും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾ പഴയത് തുടങ്ങി വെച്ച കാര്യങ്ങളും കംപ്ലീഷൻ എനർജിയിലേക്ക് വരും ആഫ്റ്റർ ദിസ് പോർട്ടൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷൻസിനെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലുള്ള പല പല ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യും. അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് റൂട്ട് ചക്ര സ്റ്റേബിൾ ആയാൽ നിങ്ങൾക്ക് സാധ്യമാകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ് എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ടോപ്പിക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ പിന്നെയും അതിരുന്ന് പഠിച്ച് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്ന എനർജി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചാലും അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അതിലേക്ക് ഇനിഷ്യേറ്റീവ് എടുക്കും, അത് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന വൈബ്രേഷനാണ് കാണുന്നത്. ബിക്കോസ് നിങ്ങൾ മാറുകയാണ്, നിങ്ങളൊരു ട്രാൻസ്ഫോർമേറ്റീവ് ഫേസിലാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, നിങ്ങൾ എത്രത്തോളം ക്രിയേറ്റീവ് ആണ് എന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാൻ പോകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു ടെററ്റ് റീഡറിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻറ്റ്യൂട്ടീവ് എനർജി ഉള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് ഒന്ന് സംസാരിച്ചിട്ട് റിസ്ക് എടുക്കേണ്ടതാണെങ്കിൽ റിസ്ക് എടുത്ത് നോക്കുക. നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകും. ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ഇല്ലാത്തതെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് നല്ലൊരു ഗൈഡൻസ് മേടിച്ചതിന് ശേഷം മുന്നോട്ടേക്ക് പോയി നോക്കുക. നിങ്ങൾ കണ്ട ആ ഒരു സ്വപ്നം അത് നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന കൈൻഡ് ഓഫ് ആ വിഷ് ഉണ്ട്. ആ വിഷ് നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നതായിട്ട് കാണുന്നത്. മേ ബി ഒരു അമ്പലത്തിൽ പോകാനായിരിക്കും, മേ ബി ഒരു സ്ഥലത്ത് പോകാനായിരിക്കും, മേ ബി എന്തെങ്കിലും ഒരു കാര്യം മേടിക്കാനായിരിക്കും, മേ ബി ഒന്ന് മെലിയാനായിരിക്കും, മേ ബി ഒന്ന് വണ്ണം വെക്കാനായിരിക്കും. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു അതീവമായിട്ടുള്ള ഒരു വിഷ് അത് ഫുൾഫിൽ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിന് എന്തെങ്കിലും അച്ചീവ് ചെയ്ത് കൊടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതെല്ലാം, ഈ വൈബ്രേഷൻ എല്ലാം, എന്തൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു, എന്തൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് തിരിച്ച് പിടിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതെല്ലാം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളുടെ റൂട്ട് ചക്ര നല്ല രീതിയിൽ ബാലൻസ് ചെയ്താൽ. അതുപോലെ തന്നെ ആഫ്റ്റർ ദിസ് പോർട്ടൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ദിവസത്തെയും പൂർണ്ണമായിട്ട് നിങ്ങൾ വിനിയോഗിക്കും, പൂർണ്ണമായി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പഠിക്കും. എങ്ങനെയാണ് ഈ ഒരു 24 മണിക്കൂർ നമ്മൾ ഡിവൈഡ് ചെയ്ത് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യലിയും എങ്ങനെയൊക്കെ സേവ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ റൂൾസ് വഴി നമുക്ക് സേവിങ്സ് പിടിക്കാം എന്ന രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ചെലവ് കുറച്ച് നിങ്ങളുടെ സേവിങ്സ് കൂട്ടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു വൈബ്രേഷനിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ട്രോമയിൽ വലിയൊരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഹീൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് റൂട്ട് ചക്ര ബാലൻസ് ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും കാർണേലിയൻ ബ്രേസ്ലെറ്റോ ഹെമറ്റൈറ്റ് ബ്രേസ്ലെറ്റോ നിങ്ങൾക്ക് ധരിക്കാം. ഇത് ഹെമറ്റൈറ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 7 ചക്ര ബ്രേസ്ലെറ്റ് ധരിക്കാം. ഇത് നല്ലൊരു കോംബോ ആണ് റൂട്ട് ചക്ര സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ റൂട്ട് ചക്ര സ്റ്റേബിൾ ആയാൽ നിങ്ങൾക്ക് ഹീലിംഗ് എനർജി ഉണ്ടാവും. അതുപോലെ തന്നെ കുറെ നാളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ നിങ്ങൾ പലതവണ ഡോക്ടറെ കാണിച്ചു, പക്ഷെ നിങ്ങൾക്ക് അതൊന്നും റിലീഫ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വേറെ ഡോക്ടറിനെ കാണിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു ട്രോമ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുറിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ റിക്കവർ ആയി എഴുന്നേറ്റ് വരുന്ന ഒരു ട്രാൻസ്ഫോർമേറ്റീവ്, ആ ഒരു ഉയർത്തെഴുന്നേറ്റ സ്റ്റേജ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും നിങ്ങൾ കൂടുതൽ സമയം കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു എനർജിയിൽ, കുറച്ചും കൂടി ഒരു സോൾഫുൾ എനർജിയിൽ നിങ്ങൾ നിൽക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ദൂരേക്ക് ഒക്കെ നിങ്ങൾ ട്രാവലിംഗ് പ്ലാൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പോസിബിൾ ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ആഫ്റ്റർ ദിസ് പോർട്ടൽ നിങ്ങൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നാളെ നീളെ എന്നൊരു പ്രോസസ്സ് മാറിയിട്ട് ഇന്ന് തന്നെ ചെയ്യാം, ഈ നിമിഷം തന്നെ ചെയ്യാം, ഇപ്പൊ തന്നെ ചെയ്യാം എന്നുള്ള ഒരു സോണിലേക്ക് നിങ്ങൾ വീഴും. അങ്ങനെ ഒരു സോണിലേക്ക് നിങ്ങൾ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളുടെ റൂട്ട് ചക്ര വളരെയധികം ബാലൻസ്ഡ് ആണ്. നിങ്ങളുടെ റൂട്ട് ചക്ര ബാലൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്രോത്ത് ഉണ്ടാവും. ആൻഡ് ആ ഗ്രോത്ത് ഉണ്ടാവുന്ന ഇന്റൻസിറ്റി വളരെ വലുതായിരിക്കും ബോട്ടം ഓഫ് ദ ഡെക്ക്. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വൈബ്രേഷൻ. ഫർദർ മോർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് റെസോണേറ്റ് അല്ലെങ്കിൽ ഗോ ആൻഡ് വാച്ച് ഫസ്റ്റ് പൈൽ, അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെസോണേറ്റ് ആവും. 2 പൈലും നിങ്ങൾക്ക് അട്രാക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 പൈലും കാണാവുന്നതാണ്. കാരണം ഇത് കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഓപ്പൺ ആക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എനർജീസ് ചിലപ്പോൾ 2 പൈലും ഡിസ്ട്രിബ്യൂട്ട് ആയി കിടക്കും. ഫർദർ മോർ ആക്യുറസിക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആണ് നല്ലത്. നിങ്ങൾക്ക് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സും പർച്ചേസ് ചെയ്യാം. ആൻഡ് ഇത് നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്, നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. നേരത്തെ കാണിച്ച ബ്ലാക്ക് ടർമലിന്റെ റിംഗ് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. അതിരിക്കും ബൈ, ലവ് യു സോ മച്ച്.